മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗുഡ് ബാഡ് അഖിലയുടെ സെക്കൻഡ് സിംഗിൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആദിക് രവിചന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ ഈ സോങ് പാടിയിരിക്കുന്നത് അനിരുദ്ധാണ്. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശാണ്. അത് തന്നെ ഒരു വേറെ റേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഈ സോങ്ങിന്റെ റിവ്യൂലോട്ട് വരുവാണെങ്കിൽ സോങ് വേറെ റേഞ്ചിലുള്ള ഒരു സോങ് ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു രീതിക്കാണ് ഇതിനകത്ത് തലയെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ തലയുടെ തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയ ആളുമ ഡോളുമ എന്ന് പറഞ്ഞ ഒരു സോങ്ങിൻ്റെ ഒരു ഫുൾ വൈബാണ് കേൾക്കുന്നത്. പിന്നെ ഇത് കണ്ടിട്ട് ഒരു ഇൻട്രോ സോങ്ങിൻ്റെ ഒരു വൈബുണ്ട് ഇത് കാണുമ്പോൾ തന്നെ. എനിക്ക് തോന്നുന്നു ആ ഒരു ജയിലിലോട്ട് വരുന്നതാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ഇൻട്രോ. അപ്പോൾ ആ ഒരു വന്ന് കഴിഞ്ഞിട്ട് അവിടെ വെച്ചുള്ള ആ ഒരു പുള്ളിക്കാരനെ ഒന്ന് വലിയ സംഭവമാണെന്നുള്ള കാണിക്കുന്ന ഒരു സോങ് ആണിത്. എന്തായാലും ലിറിക്സ് ഒക്കെയാണ് വേറെ റേഞ്ചിലുള്ള ലിറിക്സ് ആണ്. എന്തായാലും തലയുടെ ആ ഒരു സ്വാഗും ആ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ ഈ ഒരു സോങ്ങിൽ തന്നെ ഭയങ്കര വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത് ഉറപ്പാണ് തിയേറ്റർ ബ്ലാസ്റ്റ് ആയിട്ടുമായിരിക്കും. അതുപോലാണ് ഇതിൽ അത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ തലയുടെ ലുക്ക് നമ്മൾ എടുത്തു തന്നെ പറഞ്ഞു. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ആ ഒരു കോസ്റ്റ്യൂമിലാണെന്നാണ് കുറച്ചൊക്കെ കാണിക്കുന്നത്. പക്ഷെ ആ ഒരു കോസ്റ്റ്യൂം പോലും അതേ വേറൊരു റേഞ്ചിൽ ലുക്കാണ് പുള്ളിക്കാരനുള്ളത്. പിന്നെ ഈ ഒരു മ്യൂസിക് ചെയ്തിരിക്കുന്ന ജീവ് പ്രകാശ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ നിന്നൊന്ന് മാറി നമ്മുടെ അനിരുദ്ധൊക്കെ ഒന്ന് പിടയ്ക്കുന്ന രീതിക്ക് ഒന്ന് പിടച്ചിട്ടുണ്ട്. അമ്മാതിരി ഒരു സാധനമാണ്. പിന്നെ അനിരുദ്ധ് തന്നെ ഈ സോങ് പാടിയിരിക്കുന്നത് കൊണ്ടും അതിൻ്റെ ആ ഒരു റേഞ്ച് കുറച്ചുകൂടെ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലിടയ്ക്ക് ആ ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും വളരെ കഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഒരു അടിപൊളി സിനിമ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തലയുടെ വിളയാട്ടം തന്നെ ആയിരിക്കും ഈ ഒരു പടം. അജിത്തിന് വേണ്ടി മാത്രം, അജിത്തിൻ്റെ ഒരു ആരാധകനായിട്ട് ആ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുകയാണ് ആദിക് രവിചന്ദ്രൻ. എന്തായാലും ഈ സോങ്ങിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചിലുള്ള ഒരു സംഭവമാണ്, ലെവൽ സാധനമാണ്. എന്തായാലും നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ സോങ് വളരെ നല്ലൊരു സോങ്ങാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുള്ളൊരു സോങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.